ക്രിസ്തുമസ് ആഘോഷങ്ങളോടനുബന്ധിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടന്ന പ്രത്യേക കുർബാന രാഷ്ട്രീയ നിലപാടുകളുടെ പ്രഖ്യാപനം കൂടിയായി. പാളയം സെന്റ് ജോസഫ് ദേവാലയത്തിൽ ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തന പരാമർശത്തെ പരോക്ഷമായി വിമർശിച്ചു. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് കർദിനാൾ ക്ലിമിസ് ബാവ ക്രിസ്മസ് സന്ദേശം നൽകിയത്. രാജ്യത്ത് ഒരു ഗോത്രം മറ്റൊരു ഗോത്രത്തെ ഇല്ലാതാക്കാൻ നടത്തുന്ന ശ്രമം തടയണമെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ആവശ്യപ്പെട്ടു. രക്ഷാപ്രവർത്തനത്തിന് പുതിയ വ്യാഖ്യാനം നൽകുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നതെന്നായിരുന്നു ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയുടെ വിമർശനം. എല്ലാ വിഭാഗം ആളുകളെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, ആശ്ലേഷിക്കുന്ന, സകലർക്കും വേണ്ടി പൂജാതനാകുന്ന ഒരു ദൈവത്തിൻ്റെ മനുഷ്യനായി രൂപം പ്രാപിക്കുന്ന ചിത്രമാണ് പുൽക്കൂട്ടിൽ നമ്മൾ കാണുന്നത്. എല്ലാവരെയും ആശ്ലേഷിക്കുന്ന. കേന്ദ്ര സർക്കാരിനെയും തോമസ് ജെ നെറ്റോ വിമർശിച്ചു. ജാതിയുടെയും സമുദായത്തിന്റെയും പേരിൽ മാറ്റി നിർത്തുന്ന പ്രവണത രാജ്യത്ത് കൂടുന്നു. പാളയം സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്ന പാതിരാ കുർബാനയിൽ ശശി തരൂർ എം പി, BJP തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ VV രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്ത് ഏതെങ്കിലും ഒരു ഗോത്രം മറ്റൊരു ഗോത്രത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ ധ്വംസനമാണെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ 24 പറഞ്ഞു. ഗാസയിലെ ആക്രമണവും ഇസ്രായേലിൻ്റെയും പലസ്തീൻകാരുടെയും അവിടെയുള്ളതായ മത്സരവുമാണ് എന്നെനിക്കറിയാം. നിശ്ചയമായിട്ടും കലാപം ഒന്നിനും പരിഹാരമല്ല. ഗസയിൽ നിരവധി കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നുവെന്നും ലോകത്തെ യുദ്ധങ്ങൾ അവസാനിക്കണമെന്നും കർദിനാൾ ക്ലിമീസ് ബാവ പറഞ്ഞു. 24 തിരുവനന്തപുരം.